അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ ശക്തമേറിയ ഒരു അമല് നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും വളരെ വേഗത്തിൽ തന്നെ നിറവേറ്റിത്തരുന്ന ഒരു അമലിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ വളരെ മഹത്വമേറിയ ഒരു സൂറത്തും കൂടിയാണിത്. നമുക്കെല്ലാവർക്കും ഈ ഒരു അമല് ഓതുവാനും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും ബർക്കത്തും ഉണ്ടാകാനും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് സൂറത്തുൽ ഫാത്തിഹ അല്ലേ? അതിന്റെ മഹത്വങ്ങളും അറിയാവുന്നതാണ്. ഉമ്മുൽ ഖുർആൻ, ഖുർആനിന്റെ മാതാവ് എന്നൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂറത്തുൽ ഫാത്തിഹയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു സൂറത്തിനെ മുൻനിർത്തി നിങ്ങൾ എന്ത് ചോദിച്ചാലും വളരെ വേഗത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള ഉത്തരം തരും എന്ന് പല പല കിതാബുകളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ചെല്ലേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു ഫർള് നമസ്കാരം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളെ കൊണ്ട് സമാധാനത്തോടു കൂടി ചെല്ലാൻ കഴിയുന്ന ഒരു ഫർള് നമസ്കാരം തിരഞ്ഞെടുക്കുക. ആ ഒരു നമസ്കാരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നമസ്കാരം കഴിഞ്ഞ് ആ നിസ്കാരപ്പായിൽ ഇരുന്നു കൊണ്ട് തന്നെ 11 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതുക. നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണോ, പ്രയാസം എന്താണോ എല്ലാം അള്ളാഹുവിനോട് പറയുക. ഇരു കൈകളും നീട്ടി ദുആ ചെയ്യുക. സൂറത്തുൽ ഫാത്തിഹയെ മുൻനിർത്തിക്കൊണ്ടായിരിക്കണം ഇതെല്ലാം. നിയത്ത് വെക്കണം. ഇത് ചൊല്ലാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിയത്ത് വെച്ചിട്ട് വേണം ഈ ഒരു സൂറത്ത് ഓതി തുടങ്ങേണ്ടത്. ഈ ഒരു ഫാത്തിഹ സൂറത്ത് കൊണ്ട് ഒരുപാട് നേട്ടങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വരാൻ ഇരിക്കുന്നത്. ഈ ഒരു ഫാത്തിഹ സൂറത്ത് പതിവാക്കുകയാണ് എങ്കിൽ, എല്ലാ ദിവസവും പതിവാക്കാൻ കഴിയുന്നവരാണ് എങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഏതെങ്കിലും ദിവസങ്ങളിൽ, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവുകളിൽ എല്ലാ ദിവസവും കഴിയുന്നവരാണെങ്കിൽ അങ്ങനെ ചൊല്ലുകയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും ബർക്കത്തും ലഭിക്കും, വരുമാനം ലഭിക്കും, മക്കളിൽ നമ്മൾ സന്തോഷമുള്ളവരാകും, ബർക്കത്തുള്ളവരാകും. ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട്. അതുകൊണ്ട് ആരും ഇത് പാഴാക്കി കളയാൻ പാടില്ല. അത്രയ്ക്ക് മഹത്വമേറിയ ഒരു സൂറത്താണ്. ഒരുപാട് സമയം ഒന്നും ഇതിന് ആവശ്യമില്ല ചൊല്ലി തീർക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും കാണാതെ ഓതാൻ കഴിയുന്ന ഒരു സൂറത്തുമാണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും കാണാതെ അറിയാവുന്നതുമാണ് ഈ ഒരു സൂറത്ത്. നമുക്കെല്ലാവർക്കും ഇത് ഓതുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുതിയ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.